എറണാകുളം ചെല്ലാനം പഞ്ചായത്തിൽ LDFന് ഭരണനഷ്ടം. പ്രസിഡന്റിനെതിരെ ചെല്ലാനം 2020 UDF സഖ്യത്തിന്റെ അവിശ്വാസം പാസായി. 9-നെതിരെ 12 വോട്ടിനാണ് അവിശ്വാസം പാസ്സായത്. ഡാനിയാണ് ചെയ്തത്. ഡാനി, അവിശ്വാസം പാസ്സായി. ഇനിയുള്ള ഭരണ സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കും? ഏത് പാർട്ടിക്കാണ് പ്രസിഡന്റ്, ആർക്കാണ് വൈസ് പ്രസിഡന്റ്, എന്തൊക്കെയാണ് അവരൊക്കെ? ഗോപി, ചെല്ലാനം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ 21 സീറ്റുകളാണ് ചെല്ലാനം പഞ്ചായത്തിൽ ഉള്ളത്. ഇതിൽ 9 സീറ്റുകളായിരുന്നു LDFനുണ്ടായിരുന്നത്. UDFന് 4 സീറ്റും 8 സീറ്റുകളാണ് ചെല്ലാനം 2020 എന്ന പേരിൽ ആദ്യമായി മത്സര രംഗത്തിറങ്ങിയ ഒരു സംഘടന, പ്രാദേശികമായ ഒരു സംഘടന നേടിയത് 8 സീറ്റുകൾ നേടിയിരുന്നു. ഇതിൽ അന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ധാരണ ആരുമായും കൂട്ടിച്ചേരില്ല എന്നതായിരുന്നു ധാരണ. ഇതിനനുസരിച്ച് UDF വിട്ടുനിന്നു, തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഇതൊരു വലിയ സാഹചര്യം LDFന് ഭരണത്തിലേക്ക് വരാൻ ഉണ്ടായിരുന്നു. അന്ന് ഭരണത്തിലുണ്ടായിരുന്നത് LDF ഭരണത്തിലേക്ക് കയറുകയും KD പ്രസാദ്, CPMലെ KD പ്രസാദ് പ്രസിഡന്റ് ആകുകയും VA മാർഗരറ്റ് വൈസ് പ്രസിഡന്റ് ആകുകയും ചെയ്തിരുന്നു. പിന്നീട് 9 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോഴുള്ള ഒരു രീതിയിലേക്ക് പോയിരിക്കുന്നത്. ഇത് UDF നേരിട്ട് ചർച്ചകൾ നടത്തുകയായിരുന്നു. ജില്ലാ കോൺഗ്രസ് നേതൃത്വം മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഒരുമിച്ച് പോകുവാനായിട്ട് ചെല്ലാനം 2020യും കോൺഗ്രസും തമ്മിൽ UDFും തമ്മിൽ ധാരണയാവുന്നത്. അതനുസരിച്ച് കഴിഞ്ഞ ദിവസം അവിശ്വാസ പ്രമേയം കൊടുക്കുകയും ഇന്ന് അത് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം ഇപ്പോൾ പാസ്സായിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വരുന്നത്. ഏതാണ്ട് കൂട്ടുകെട്ടിൽ അത് അവിശ്വാസം പാസ്സാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മുന്നോട്ട് പോകാനുള്ള ഒരു ധാരണയനുസരിച്ച് ചെല്ലാനം പഞ്ചായത്തിൽ ഇനി ഭരണസാരഥ്യം നേടുക, അതായത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുക. ചെല്ലാനം 2020യിൽ നിന്നുള്ള പ്രതിനിധിയായിരിക്കും ഇത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക. ധാരണയനുസരിച്ച് 4 സീറ്റുകളുള്ള UDFന് വൈസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടും. ഇങ്ങനെ ഈ രീതിയിലേക്ക് ഭരണം മാറ്റുവാനാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും വലിയ തിരിച്ചടിയാണ് CPMന് ജില്ലയ്ക്ക് അകത്ത് ഉണ്ടായിരിക്കുന്നത്. കാരണം പ്രാദേശികമായ പല കൂട്ടുകെട്ടുകളും ഒരു സംഘടന നേരിട്ട് നടത്തുമ്പോൾ അത് വിജയിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചെല്ലാനം 2020യുടെ നേതൃത്വത്തിലേക്ക് ഇപ്പോൾ ചെല്ലാനം പഞ്ചായത്ത് ഭരണസാരഥ്യത്തിലേക്ക് വരികയാണ്. ഗോപി, ശരി.